ഇന്നത്തെ വീഡിയോയിൽ ഇസ്ലാമിക് ഡിലമ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഇസ്ലാമിക് ഡിലമ എന്ന് വളരെ ചുരുക്കത്തിൽ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇസ്ലാമിന്റെ അടിവേർ ഇറക്കുന്ന ഒരു കോൺട്രഡിക്ഷൻ ആണെന്ന് മനസ്സിലാക്കി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷങ്ങൾ പോലെയുള്ള മുൻവേദങ്ങളെ തള്ളിക്കളയാൻ ഒട്ടും സാധിക്കില്ല. കാരണം ഡസൻ കണക്കിന് വാക്യങ്ങളിലാണ് ഖുർആൻ ബൈബിളിനെ കൺഫേം ചെയ്യുന്നത്. മുൻവേദങ്ങൾ അള്ളാഹുവിൻ്റെ വചനമായ കലാമുള്ളയാണെന്നും അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള കിതാബുള്ള ആണെന്നും ഒക്കെ പറയുകയും മുൻപ് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുവിൻ എന്ന് സൂറ 4:136 കൽപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിരാകരിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് സുവിശേഷങ്ങളെയും തോറയെയും തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ നേരെ മറിച്ച് താൻ മുൻപ് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുവിനെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നിങ്ങൾ മുൻ വേദങ്ങളെ, അതായത് തോറയും സുവിശേഷങ്ങളെയും വിശ്വസിച്ച് സ്വീകരിച്ചാലോ യേശുവിൻ്റെ കുറിച്ച് പറഞ്ഞവും ഉദ്ധാനവും അടക്കം ഇസ്ലാം മതത്തിൻ്റെ അടിത്തറ തന്നെ തകർക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാം മതത്തെ തന്നെ നിരാകരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇനി തോന്നിയ പോലെ ചെറിപ്പിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഭാഗം തിരഞ്ഞെടുത്ത് വിശ്വസിക്കാമെന്ന് വിചാരിച്ചാലോ അള്ളാഹു അതിന് സമ്മതിക്കില്ല. അങ്ങനെ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഈ ലോക ജീവിതത്തിൽ അപമാനവും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ കഠിനമായ ശിക്ഷയുമായിരിക്കുമെന്ന് സൂറ 2:85 അള്ളാഹു നിങ്ങളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. ഈ സീരീസിലുള്ള മുഴുവൻ വീഡിയോ 3 വീഡിയോകളും ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. മുഴുവൻ വീഡിയോകളും കാണാൻ താല്പര്യമുള്ളവർക്ക് യൂട്യൂബിലുള്ള പ്ലേലിസ്റ്റിൽ നിന്ന് 3 വീഡിയോയും ഒരുമിച്ച് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഇസ്ലാമിക് ഡിലമ ഒരല്പം ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. അതോടൊപ്പം തന്നെ അടുത്ത വീഡിയോയിൽ ദാവാക്കാർ ഇതിന് പൊതുവെ തരുന്ന മറുപടി എന്തായിരിക്കുമെന്നും അതിനെ എങ്ങനെ നേരിടാമെന്നും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇതിനെ ഖണ്ഡിക്കാൻ കഴിയാത്ത വിധം ഫുൾ പ്രൂഫ് ആക്കിക്കൊണ്ട് ഈ വീഡിയോ സീരീസ് മുന്നോട്ട് പോകുന്നതായിരിക്കും. 3 പോയിന്റുകളിലൂടെയാണ് നമ്മൾ ഈ ഇസ്ലാമിക് ഡിലമ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യത്തെ പോയിന്റ്, ഖുറാൻ അഫേംസ് ദ ഇൻസ്പിറേഷൻ, ദ പ്രിസർവേഷൻ ആൻഡ് അതോറിറ്റി ഓഫ് ദ ജൂയിഷ് ആൻഡ് ക്രിസ്ത്യൻ സ്ക്രിപ്റ്റേഴ്സ്, ദ തോറ ആൻഡ് ദ ഗോസ്പൽ. ഖുറാൻ തന്നെ പലയിടത്തും തൗറാത്തിനെയും ഇഞ്ചീലിനെയും കലാമുള്ള, വേർഡ് ഓഫ് അള്ളാഹ് ആണെന്നും കിതാബുള്ള ആണെന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അതായത് ഖുറാന്റെ അഭിപ്രായത്തിൽ മുൻ വേദങ്ങൾ ദിക്റാണെന്നും അള്ളാഹുവിൻ്റെ വചനമാണെന്നും തന്നെയാണ് അഭിപ്രായം. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. 7-ാം നൂറ്റാണ്ടിൽ ഖുറാൻ ഇത് പറയുമ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ആ ബൈബിളും അല്ലെങ്കിൽ ക്രൈസ്തവരുടെ സുവിശേഷവും യഹൂദരുടെ തോറയും തന്നെയാണ് ഖുറാനോട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മുൻപെപ്പോഴോ നഷ്ടപ്പെട്ടു പോയ, തിരുത്തപ്പെട്ടു പോയ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരിക്കലും എഴുതപ്പെട്ടത് വായ്മൊഴിയായി പകർന്നു ഒരു ഗ്രന്ഥത്തെക്കുറിച്ചോ അല്ല ഇവിടെ പരാമർശിക്കുന്നത് എന്ന് നമ്മളിവിടെ സ്ഥാപിക്കാൻ പോവാണ്. ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന അന്നത്തെ സുവിശേഷവും യഹൂദരുടെ തോറയും ഏതെങ്കിലും രീതിയിൽ തിരുത്തപ്പെട്ടതാണെന്നൊരു അഭിപ്രായം ഖുറാനില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നത്, ഇത് ആർക്കും തിരുത്താൻ സാധിക്കില്ല, അതായത് മുൻ വേദങ്ങളെ ആർക്കും തിരുത്താൻ സാധിക്കില്ല എന്ന് ഖുറാനും അള്ളാഹുവും അടിവരയിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. അതായത് ഖുറാൻ എഴുതപ്പെടുന്നതിന് മുൻപ് ഈ വേദങ്ങൾ തിരുത്തപ്പെട്ടിട്ടില്ല എന്നും ഖുറാന് ശേഷവും ഈ വേദങ്ങളെ ആർക്കും തിരുത്താൻ സാധിക്കില്ല എന്നും അള്ളാഹു തന്നെ പറയുന്നുവെന്ന് നമ്മളിവിടെ തെളിയിക്കും. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ പോയിന്റ് പ്രൂവ് ചെയ്യാം. ഡസൻ കണക്ക് വാക്യങ്ങളിലാണ് ഖുറാൻ ബൈബിളിനെ കൺഫേം ചെയ്യുന്നത്. അങ്ങനെ ബൈബിളിനെ കൺഫേം ചെയ്യുന്ന ചില വാക്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സൂറ 5:68. ഓ പീപ്പിൾ ഓഫ് ദ ബുക്ക്, അഥവാ വേദക്കാരെ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. അതായത് ക്രൈസ്തവരെയും യഹൂദരെയും സൂചിപ്പിക്കാനായിട്ടുള്ളതാണ് ഈ പ്രയോഗം. നിങ്ങൾ തൗറാത്തും, അതായത് തോറയും, ഇഞ്ചിയിലും, അതായത് സുവിശേഷങ്ങളും നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതും മുറുകെ പിടിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു അടിത്തറയുമില്ല. ഇവിടെ തോറയും സുവിശേഷവും മാത്രമല്ല, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതെല്ലാം, അതായത് ബൈബിൾ മുഴുവനും മുറുകെ പിടിക്കണമെന്നാണ് പറയുന്നത്. കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ബൈബിളാണ് അവർ പിന്തുടരേണ്ടത്, അതായത് ക്രൈസ്തവരും യഹൂദരും. ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അവർക്ക് യാതൊരു അടിത്തറയുമില്ല എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ് അള്ളാഹു ഇവിടെ. ഇനി അടുത്ത വാക്യം സൂറ 5:47. ഇഞ്ചീലുകാർ അതിൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കട്ടെ. അതായത് ക്രൈസ്തവർ വിധി കൽപ്പിക്കേണ്ടത് എന്തനുസരിച്ചിട്ടാണ്? സുവിശേഷങ്ങളിൽ എന്തു പറഞ്ഞിരിക്കുന്നുവോ അതനുസരിച്ച് വേണം വിധി പ്രസ്താവിക്കാൻ. ഞാൻ സുവിശേഷം നോക്കുമ്പോൾ കാണുന്നത് ഖുറാന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ്. ഞാൻ ആ സുവിശേഷം അനുസരിച്ച് വിധി പ്രസ്താവിക്കുന്നു. ഖുറാൻ തെറ്റാണ്, ഇസ്ലാം തെറ്റാണ്. പണ്ടെങ്ങോ തിരുത്തപ്പെട്ടു പോയ, മുൻപെപ്പോഴോ നിലനിന്നിരുന്ന ഒരു ഇഞ്ചിലിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കൃത്യമായും അന്ന് ക്രൈസ്തവരുടെ കയ്യിൽ തെറ്റുകൂടാതെ നിലനിന്നിരുന്ന ഒരു ഇഞ്ചിലിനെ കുറിച്ച് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കൂ. തിരുത്തപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു ഇഞ്ചിയിലെങ്കിൽ അതനുസരിച്ച് വിധി പ്രസ്താവിക്കാൻ പറയുന്ന അള്ളാഹു എത്രയോ വലിയ മൊയന്താണ്. നല്ല ഒരു ഇതായിരുന്നു അത്. ഇപ്പോൾ നമ്മൾ കണ്ടത് അള്ളാഹു ഇഞ്ചീലുകാരോട് പറഞ്ഞതാണ്, അതായത് ക്രൈസ്തവരോട് പറഞ്ഞതാണ്. ഇനി യഹൂദരോട് പറയുന്നത് നോക്കാം. ഇതേ അധ്യായത്തിൽ തന്നെ ഒരല്പം മുമ്പ് 43-ാമത്തെ വാക്യം സൂറ 5:43. അള്ളാഹുവിൻ്റെ വിധി അടങ്ങിയ തൗറാത്ത് അവരുടെ കൈവശം ഇരിക്കെ അവർ എങ്ങനെ നിന്റെ അടുക്കൽ വിധിക്കായി വരുന്നു?
ശ്രദ്ധിച്ച് വായിക്കണേ. പണ്ടെങ്ങോ തിരുത്തപ്പെട്ടു പോയ, പണ്ടെങ്ങോ നഷ്ടപ്പെട്ടു പോയ ഒരു തൗറാത്തിനെ കുറിച്ചല്ല, തോറയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവരുടെ കൈവശം ഇരിക്കേ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് തെറ്റുകൂടാതെ തിരുത്തപ്പെടാത്ത തോറയാണ് യഹൂദരുടെ കൈവശമുള്ളത് എന്ന് ഖുർആൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുകയാണ് ഇവിടെ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഹദീസാണ്. ഞാൻ സാധാരണ ഹദീസ് പ്രിഫർ ചെയ്യാറില്ല, ഖുർആൻ വാക്യങ്ങളാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറ്. പക്ഷേ നമ്മളിപ്പോൾ കണ്ട ഖുർആൻ വാക്യത്തിൻ്റെ അതേ കോണ്ടെക്സ്റ്റിലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഹദീസ് എടുത്തിരുന്നത്. സുനൻ അബൂദാവീദിലെ ആ ഹദീസ് ഇതാണ്. ഒരു കൂട്ടം യഹൂദന്മാർ വന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ അവരുടെ വിദ്യാലയത്തിലേക്ക് ക്ഷണിച്ചു. അവർ പറഞ്ഞു, ഓ അബ്ദുൽ ഖാസിം, ഞങ്ങളിൽപ്പെട്ട ഒരു പുരുഷനും സ്ത്രീയും വ്യഭിചാരം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അവിടുന്ന് അവർക്കിടയിൽ വിധി കൽപ്പിക്കണം. അപ്പോൾ അവർ പ്രവാചകൻ ഇരിക്കാനായിട്ടൊരു കുഷ്യം വെച്ച് കൊടുക്കുന്നു. പ്രവാചകൻ അതിലിരുന്നതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ തൗറാത്ത് കൊണ്ടുവരിക. അങ്ങനെ അവർ അത് കൊണ്ടുവന്നു. ഉടനെ പ്രവാചകൻ താനിരുന്ന കുഷ്യനെടുത്ത് അതിന്മേൽ തൗറാത്ത് വെച്ചുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, ഞാൻ നിന്നിലും നിന്നെ അവതരിപ്പിച്ചവനിലും വിശ്വസിക്കുന്നു. I believe in thee and in him who revealed thee. മുഹമ്മദ് നബി തോറയെടുത്ത് കുഷിന്റെ മേൽ വെച്ച് ആദരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നിലും നിന്നെ അവതരിപ്പിച്ചവനിലും വിശ്വസിക്കുന്നു. എന്നിട്ടാണ് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളും ദാവാക്കാരും ഒക്കെ പറയുന്നത്, ഇല്ല ഞങ്ങൾ സമ്മതിക്കില്ല, അത് തിരുത്തപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ തിരുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അന്ന് നബിയുടെ കൈകളിൽ കൊടുത്തതെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ ഒട്ടും സാധിക്കുമായിരുന്നില്ല. ഉദാഹരണത്തിന് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു 125 അധ്യായങ്ങളൊരു ഖുർആൻ തരികയാണെന്ന് കരുതുക. അതിലൊരു അധ്യായം പോലും യഥാർത്ഥ ഖുർആൻ്റെ അധ്യായങ്ങളോട് മാച്ച് ചെയ്ത് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും മൊത്തത്തിലും തിരുത്തൽ കടന്നുകൂടിയിട്ടുണ്ടെന്നും കരുതുക. ആ ഒരു ഖുർആൻ ഇതുപോലെ ഒരു കുഷിൻ്റെ മേൽ വെച്ചിട്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ഏതൊരു മുസ്ലിം ഇവിടെ ഉണ്ടോ? അങ്ങനെ പ്രഖ്യാപിക്കുന്ന മുസ്ലിം അല്ല, നിങ്ങൾക്കതിന് പറ്റില്ല. അപ്പോൾ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുവെന്ന് കുഷിൻ്റെ മേൽ തോറ വെച്ചുകൊണ്ട് മുഹമ്മദ് നബി പ്രഖ്യാപിച്ച ആ പുസ്തകം തിരുത്തപ്പെട്ട ഒന്നായിരുന്നു എന്ന് പറയുന്ന മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തതായി കാണുന്ന വാക്യം, അതിൽ ക്രൈസ്തവരോട് മാത്രമല്ല കേട്ടോ, മുസ്ലിങ്ങളോടും അള്ളാഹു പറയുന്നത് മുൻപ് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാനാണ്, അതായത് ബൈബിളിൽ വിശ്വസിക്കാനാണ്. സൂറ 4:136, വിശ്വസിച്ചവരെ അള്ളാഹുവിലും അവന്റെ ദൂതനിലും അവന്റെ ദൂതന് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും അതിനു മുൻപ് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും വിശ്വസിക്കുവിൻ. തീർന്നില്ല. സൂറ 2:136 വീണ്ടും പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും അബ്രാഹമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതികൾക്കും അവതരിപ്പിക്കപ്പെട്ടതിലും മൂസായ്ക്കും ഈസായ്ക്കും നൽകപ്പെട്ടതിലും അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലും വിശ്വസിക്കുന്നു. അവരിൽ ഒരാളെയും മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കുന്നില്ല. ഞങ്ങൾ അവനോട് കീഴടങ്ങിയവരാണ്. മോശയ്ക്ക് നൽകപ്പെട്ടത് മാത്രമല്ല, മറ്റ് പ്രവാചകന്മാർക്ക്, അതായത് ബൈബിളിലുള്ള മറ്റ് പ്രവാചക ഗ്രന്ഥങ്ങളിലും പഴയ നിയമ ഗ്രന്ഥങ്ങളിലും എല്ലാം വിശ്വസിക്കുന്നുവെന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, അവരിൽ ഒരാളെയും മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ ദൈവവചനങ്ങളെല്ലാം ഒരേ അളവിൽ തുല്യമാണെന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് മുഹമ്മദ് നബിക്ക് കിട്ടിയ വെളിപാടിന് അതിനു മുൻപ് ലഭിച്ച വെളിപാടുകളേക്കാൾ കൂടുതലായി യാതൊരു മഹിമയും ഇവിടെ അവകാശപ്പെടുന്നില്ല. ഇനി അടുത്തത് സൂറ 29:46. ഇത് പലർക്കും സുപരിചിതമായിരിക്കും. ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെയും നിങ്ങളുടെയും ദൈവം ഒരുവനാണ്. ഞങ്ങൾ അവനോട് കീഴടങ്ങിയവരാണ്. അതെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആൻ മാത്രം വിശ്വസിച്ചാൽ പോരാ, അവർ മുൻ വേദങ്ങളിലും വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഈ മുൻ വേദങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ഇപ്പോൾ ഈ അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാണെന്ന് സർവജ്ഞാനിയാണെന്ന് പറയുന്ന അള്ളാഹുവിനോ ഇതെല്ലാം ആളുകളോട് വിളിച്ചു പറഞ്ഞ മുഹമ്മദിനോ ഒട്ടും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആര് പെട്ടു? മുസ്ലിങ്ങൾ പെട്ടു. ഈ പറഞ്ഞതിനെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കാനുള്ള കടുത്ത തത്രപ്പാടിലാണ് ഇപ്പോൾ ഇവരൊക്കെ. അവിടെയും കാര്യങ്ങൾ തീർന്നില്ല കേട്ടോ. മുസ്ലിങ്ങളോട് ഇത് പറയുമ്പോൾ ആദ്യത്തെ മുസ്ലിമായ മുഹമ്മദിനോട് അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട്, നിനക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരോട് പോയി ചോദിക്കണമെന്ന്. അതെ, മുൻപ് വേദം വായിച്ചിരുന്ന ക്രിസ്ത്യാനികളോടും യഹൂദരോടും പോയി ചോദിച്ച് സംശയ നിവൃത്തി വരുത്താൻ പ്രത്യേകിച്ച് മുഹമ്മദിനോട് പറയുന്നുണ്ട്. സൂറ 10:94 പറയുന്നു, നിനക്ക് നാം അവതരിപ്പിച്ചതിനെക്കുറിച്ച് നിനക്ക് സംശയമുണ്ടെങ്കിൽ നിനക്ക് മുൻപ് വേദഗ്രന്ഥം വായിച്ചിരുന്നവരോട് ചോദിച്ചു നോക്കുക. തിരുത്തപ്പെട്ട ഗ്രന്ഥമാണെന്നുള്ള ചിന്തയൊന്നും അള്ളാഹുവിനില്ല കേട്ടോ. അങ്ങനെ ബൈബിൾ തിരുത്തപ്പെട്ട ഒരു ഗ്രന്ഥമാണെന്നൊരു ചിന്ത അള്ളാഹുവിനുണ്ടെങ്കിൽ അത് വായിക്കുന്ന ക്രൈസ്തവരോടും യഹൂദരോടും പോയി ചോദിച്ച് സംശയ നിവൃത്തി വരുത്താൻ അള്ളാഹു ആവശ്യപ്പെടില്ലല്ലോ. തലയ്ക്ക് വെളിവുള്ള ഒരു അള്ളാഹുവിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു നിർദ്ദേശം പ്രതീക്ഷിക്കില്ല. ഖുർആൻ പ്രകാരം മുൻ വേദങ്ങളായിട്ടുള്ള തോറയും സുവിശേഷങ്ങളും മറ്റ് പ്രവചന ഗ്രന്ഥങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ വചനമായ കലാമുള്ളയാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ കിതാബുള്ളയാണ്. അതുപോലെ തന്നെ അത് ദിക്റാണ്. സൂറ 21:48 ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കുക, നാം മൂസായ്ക്കും ഹാറൂനും സത്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡവും ഒരു പ്രകാശവും സദ്വൃത്തിക്കുള്ള ഒരു ദിക്റും, അതായത് ഓർമ്മപ്പെടുത്തലും ഉപദേശവും നൽകിയിരിക്കുന്നു. ഇനി
മുൻ വേദങ്ങൾ ദിക്റാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ മറ്റൊരു ഖുർആൻ വാക്യം കൂടി അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. സൂറ 21:105 ദിക്റിന് ശേഷം സബൂറിൽ നാം എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ദിക്ർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തോറയാണ്, അതായത് പഴയ നിയമത്തിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ. സബൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാവീദിന്റെ സങ്കീർത്തനങ്ങളാണ്. അതായത് ഖുർആൻ പ്രകാരം മോശയ്ക്ക് നൽകപ്പെട്ട ഗ്രന്ഥം ദിക്റാണ്. ഈ ദിക്റിനെ പരിരക്ഷിക്കുമെന്ന് സൂറ 15:9 അള്ളാഹു വാക്ക് തരുന്നുമുണ്ട്. അപ്പോൾ ഇത് ഏതായാലും നമ്മൾ പിന്നീട് കാണാൻ പോകുന്ന കാര്യമാണ്. ഇനി സൂറ 21:7 ഇതേ കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു. മാത്രമല്ല മുൻ വേദക്കാരെ, ദിക്റിന്റെ ആൾക്കാർ അഥവാ പീപ്പിൾ ഓഫ് ദ റിമൈൻഡർ അൽ ദിക്ർ എന്നാണ് സംബോധന ചെയ്യുന്നത്. ഇവിടെ വളരെ കൃത്യമായി അള്ളാഹു നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ദിക്റിന്റെ ആൾക്കാരോട് പോയി ചോദിക്കുക. അപ്പോൾ മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അറിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോകാൻ, ഞങ്ങളാണ് ദിക്റിന്റെ ആൾക്കാർ, ഞങ്ങളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത് മുൻ വേദങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വചനമാണ്, കലാമുള്ളയാണ്, കിതാബുള്ളയാണ്, ദിക്റാണ് എന്ന് സ്ഥാപിക്കുന്ന വാക്യങ്ങളാണ്. അടുത്തതായി സൂറ 2:75 പ്രകാരം മുൻ വേദങ്ങൾ കലാമുള്ളതാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. സൂറ 6:115 പ്രകാരം അള്ളാഹുവിൻ്റെ വചനങ്ങളെ ആർക്കും തിരുത്താൻ സാധിക്കുമില്ല. പക്ഷേ ഇവിടെ ഈ വാക്യം തുടർന്ന് പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇത് കേട്ടിട്ടും അതിനെ വികലമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ആരോപണം ഖുർആൻ ഉന്നയിക്കുന്നു, അള്ളാഹു ഉന്നയിക്കുന്നു. ഇത് ടെക്സ്റ്റിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചല്ല, ടെക്സ്റ്റുവൽ കറപ്ഷനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. അള്ളാഹുവിൻ്റെ വചനം കൃത്യമായി കേട്ട ശേഷം അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സാധാരണ മുസ്ലിം ദാവാക്കാർ പലരും ഇതിനെ ദുർവ്യാഖ്യാനിച്ച് ഇത് ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നു എന്ന ഒരു ദുർവ്യാഖ്യാനവുമായി വരാറുണ്ട്. എന്നാൽ ഇവിടെ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നത് അവർ അള്ളാഹുവിൻ്റെ വചനം കൃത്യമായി കേട്ടു എന്നാണ്. അതായത് ടെക്സ്റ്റ് കറപ്റ്റഡ് അല്ല. കറക്റ്റഡ് അല്ലാത്ത കൃത്യമായ ടെക്സ്റ്റ് അക്കാലത്ത് നിലനിന്നിരുന്നുവെന്നും അന്നത്തെ ആളുകൾ, അതായത് യഹൂദനും ക്രിസ്ത്യാനികളും അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി കേട്ടു എന്നാണോ ഇതിൻ്റെ അർത്ഥം. അതിനുശേഷം അവർ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ ആരോപണം. അടുത്തതായി സൂറ 5:44 പ്രകാരം മുൻ വേദങ്ങൾ കിതാബുള്ളതാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഇനി അള്ളാഹുവിൻ്റെ വചനങ്ങളെ മറ്റാർക്കും മാറ്റാൻ സാധിക്കില്ല, തിരുത്താൻ ആർക്കും കഴിയില്ല എന്നാണ് ഖുർആന്റെ അവകാശവാദം. അള്ളാഹു അവകാശപ്പെടുന്നത് അവൻ്റെ വചനങ്ങളെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ്. സൂറ 6:115. സൂറ 18:27 അത് തന്നെയാണ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അവൻ്റെ വചനങ്ങളെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. നൺ ക്യാൻ ചേഞ്ച് ഹിസ് വേർഡ്സ് എന്ന് ഈ വാക്യത്തിലും വളരെ വ്യക്തമായി കൃത്യമായി പറയുന്നുണ്ട്. അതുകൂടാതെ സൂറ 15:9 അള്ളാഹു പറയുന്നു, തീർച്ചയായും നാം തന്നെയാണ് ദിക്ർ അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ സംരക്ഷിക്കുന്നതുമായിരിക്കും. എന്നാൽ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ, ദാവാക്കാർ നമ്മളോട് വന്ന് പറയും, ഇല്ല, അള്ളാഹു പറയുന്നത് തെറ്റാണ്, അള്ളാഹു താൻ അവതരിപ്പിച്ച ദിക്റിനെ സംരക്ഷിച്ചില്ല, ഖുർആൻ പറയുന്നത് തെറ്റാണ്, ദൈവവചനം തിരുത്തപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം തിരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് മുസ്ലിങ്ങളും ദാവാക്കാരും നമ്മളോട് വന്ന് പറയും. ഇപ്പം എങ്ങനെ ഇരിക്കണം? അപ്പോൾ കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു വാദമാണ് ഇസ്ലാമിക് ഡെലിമ എന്ന് പറയുന്നത്. യാതൊരു രീതിയിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പൊതുവേ മുസ്ലിം സുഹൃത്തുക്കൾ ഇതിന് ചില മറുപടിയൊക്കെ തരാൻ ശ്രമിക്കാറുണ്ട്. അതെന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെ നേരിടണമെന്നും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതായിരിക്കും. പക്ഷേ അവർ യാതൊരു തെളിവുമില്ലാതെ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു മുട്ടാപ്പൊക്കെ യുക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ തിരുത്തപ്പെട്ടു എന്നത് മാത്രമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആ ഒരു ആരോപണത്തിന് ചെറുതായി ഒന്ന് മറുപടി കൊടുക്കാം. 7-ാം നൂറ്റാണ്ടിൽ ഖുർആൻ എഴുതപ്പെടുമ്പോൾ അന്ന് യഹൂദരുടെയും ക്രൈസ്തവരുടെയും കൈകളുണ്ടായിരുന്ന തോറയും സുവിശേഷവും തിരുത്തപ്പെട്ട ഒന്നല്ല എന്ന് ആണ് ഖുർആൻ അവകാശപ്പെടുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഖുർആൻ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് സൂറ 5:43 അള്ളാഹുവിൻ്റെ വിധി അടങ്ങിയ തൗറാത്ത് അവരുടെ കൈവശം ഇരിക്കേ അവർ എങ്ങനെ നിന്റെ അടുക്കൽ വിധിക്കായി വരുന്നു എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതായത് തിരുത്തപ്പെടാത്ത തെറ്റില്ലാത്ത തോറയാണ് യഹൂദരുടെ കയ്യിൽ അന്നും ഉണ്ടായിരുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അതുപോലെ സൂറ 4:136 മുൻപ് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും വിശ്വസിക്കുവിൻ എന്ന് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. തിരുത്തപ്പെട്ട ഒരു ഗ്രന്ഥത്തിലാണ് വിശ്വസിക്കാനായിട്ട് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നതെങ്കിൽ ആ അള്ളാഹു തീർച്ചയായും ഒരു മഹാനായിരിക്കും. ഇവിടെ ഒരു വാക്യം കൂടി നമുക്ക് കാണാം. ഇവിടെ അള്ളാഹു മുഹമ്മദിനോടാണ് പറയുന്നത്, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരോട് പോയി ചോദിക്കാൻ? നിനക്ക് മുൻപ് വേദഗ്രന്ഥം വായിച്ചിരുന്നവരോട് പോയി ചോദിച്ചു നോക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്തിക്കുക, മുഹമ്മദ് നബി വേദഗ്രന്ഥം വായിച്ചിരുന്നവരോട് പോയി ചോദിക്കണമെങ്കിൽ തെറ്റുകൂടാതെ തിരുത്തപ്പെടാത്ത യഥാർത്ഥ ഇഞ്ചിയിലും തൗറാത്തും വായിച്ചിട്ടുള്ള ആളുകൾ അന്ന് ആ 7-ാം നൂറ്റാണ്ടിൽ ജീവനോടുണ്ടായിരിക്കണം അല്ലേ? അങ്ങനെ 7-ാം നൂറ്റാണ്ടിൽ ഖുർആൻ ഇറക്കപ്പെടുമ്പോൾ അന്ന് യഹൂദരുടെയും ക്രൈസ്തവരുടെയും കയ്യിലുള്ള ബൈബിൾ യഥാർത്ഥ ഇഞ്ചിയിലും തൗറാത്തും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഖുർആൻ പലയിടത്തും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ക്രൈസ്തവരുടെ പഴയ നിയമ ഗ്രന്ഥങ്ങൾ തന്നെയാണ് യഹൂദരുടെ തോറയും. അപ്പോൾ ഇവരിൽ ആരെങ്കിലും ഈ ഗ്രന്ഥങ്ങൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മറ്റേ കുറ്റം അത് സമ്മതിക്കത്തില്ല. ഉദാഹരണത്തിന് ഇങ്ങനെ ചിന്തിക്കുക, ഇന്ന് ഏതെങ്കിലും പന്തക്കുസ്താക്കാർ ബൈബിൾ തിരുത്തി അങ്ങ് എഴുതാൻ ശ്രമിച്ചു,
കത്തോലിക്കർ അത് സമ്മതിക്കോ? ഇല്ല. ഇനി കത്തോലിക്കർ ചെയ്ത ഓർത്തഡോക്സുകാർ അത് സമ്മതിക്കോ? ഇല്ല. അതുപോലെ അന്ന് ക്രൈസ്തവരോ യഹൂദരോ ആരെങ്കിലും ഈ ഗ്രന്ഥങ്ങൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ മറ്റേ വിഭാഗം വെറുതെ വിടത്തില്ല. ഇനി എങ്ങാനും അന്ന് പരസ്പരം ചേരിതിരിഞ്ഞ് പോരടിച്ചിരുന്ന സകല ക്രൈസ്തവ സമൂഹങ്ങളെയും യഹൂദരും എല്ലാം ചേർന്ന് അത്ഭുതകരമായി ഒന്നു ചേർന്ന് ഒരു മാന്ത്രിക ഗൂഢാലോചന നടത്തി ബൈബിൾ കാര്യമായി തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ പോലും 6-ാം നൂറ്റാണ്ട് വരെ കൃത്യമായി നിലനിന്നിരുന്ന ഒരു ഗ്രന്ഥമാണെങ്കിൽ അതിൻ്റെ അനേകായിരം കയ്യെഴുത്ത് പ്രതികൾ അക്കാലത്ത് തന്നെ നിലവിലുണ്ടായിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഒന്നും ഒരു ചെറിയ മാനുസ്ക്രിപ്റ്റ് ഫ്രാഗ്മെന്റ് പോലും അവശേഷിക്കാതെ ആദ്യകാല സഭാപിതാക്കന്മാരുടെയോ ചരിത്രകാരന്മാരുടെയോ യഹൂദ റബ്ബിമാരുടെയോ ഒന്നും എഴുത്തുകളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സൂചന, ഒരു കൊട്ടേഷൻ പോലുമോ ഇല്ലാതെ, ചരിത്രത്തിൽ ഒരിടത്തും ഒരു വാചകം പോലുമോ ഒരു തുണ്ട് കടലാസ് പോലുമോ അവശേഷിപ്പിക്കാതെ ആ ഒറിജിനൽ ഗ്രന്ഥം അപ്പാടെ ആവിയായിപ്പോയി, അപ്രത്യക്ഷമായി എന്ന് പറയുന്ന വെറും മിത്താണ്. ലോകമെമ്പാടുമുള്ള ബൈബിൾ ഒരേപോലെ ഒരു ആഗോള ഗൂഢാലോചന നടത്തി തിരുത്തി എഴുതി എന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ വാദം ചരിത്രപരമായ അസംബന്ധമാണ്. കാരണം 2, 3, 4 നൂറ്റാണ്ടുകളിൽ നിന്നൊക്കെ അനേകം മാനുസ്ക്രിപ്റ്റ് ഫ്രാഗ്മെന്റുകളും പല സുവിശേഷങ്ങളുടെയും സമ്പൂർണ്ണ പ്രതികളുമൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതെല്ലാം കൃത്യമായി മാച്ച് ആയിരിക്കുന്നത് ഇന്നത്തെ ബൈബിളുമായിട്ടാണ്. അല്ലാതെ ഒരു മാനുസ്ക്രിപ്റ്റിന്റെ ചെറിയൊരു കഷ്ണം പോലുമില്ല നിങ്ങൾ ഈ പറയുന്ന ഏതോ സാങ്കല്പികവും ഇസ്ലാം ഫ്രണ്ട്ലിയുമായ തൗറാത്തിന്റെയോ ഇഞ്ചിലിന്റെയോ മാനുസ്ക്രിപ്റ്റ് കോപ്പിയായിട്ട്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചരിത്രപരമായ യാഥാർത്ഥ്യം ഇതാണ്: ഇസ്ലാം ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾ മുൻപുള്ള കോഡെക്സ് വത്തിക്കാനസ്, കോഡെക്സ് സൈനാറ്റിക്കസ് തുടങ്ങിയ ബൈബിളിന്റെ പൂർണ്ണമായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികൾ, മാനുസ്ക്രിപ്റ്റ്, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് മാനുസ്ക്രിപ്റ്റ്സ്, കോഡെക്സുകൾ ഇന്നും നമ്മുടെ കയ്യിലുണ്ട് എന്നതാണ്. അവ ഇന്നത്തെ ബൈബിളുമായി കൃത്യമായി ഒത്തുപോകുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ പറയുന്നത് പോലെ മറ്റൊരു മുസ്ലിം ഫ്രണ്ട്ലി ഇഞ്ചിയിൽ ചരിത്രത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരു തെളിവെങ്കിലും കൊണ്ടുവരാനുള്ള ബാധ്യത ബേർഡൻ ഓഫ് പ്രൂഫ് മുസ്ലിങ്ങൾക്കാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അനേകായിരം കയ്യെഴുത്ത് പ്രതികൾ ബൈബിളിന് തെളിവായി നിലനിൽക്കുമ്പോൾ, അതായത് ഇസ്ലാമിനും നൂറ്റാണ്ടുകൾ മുൻപുള്ള അനേകായിരം കയ്യെഴുത്ത് പ്രതികൾ ബൈബിളിന് തെളിവായി നിലനിൽക്കുമ്പോൾ, ചരിത്രത്തിൽ ഒരൊറ്റ വരിയുടെ പോലും തെളിവില്ലാത്ത ഒരു കാണാതായ ഇഞ്ചീലിന്റെ കഥയുമായി വന്ന് ഞങ്ങളുടെ ബൈബിൾ വ്യാജമാണെന്ന് സ്ഥാപിക്കാൻ നോക്കുന്ന നിങ്ങളുടെ ഉഡായിപ്പ് നമ്പറുകൾ ചരിത്രത്തിന് മുന്നിൽ വെറും കോമഡിയായി അവശേഷിക്കും.